പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം പറയാൻ കർത്താവായ ഈശോ ഒരിക്കൽ കൂടി അനുവദിച്ചിനോർത്ത് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ആമേൻ. പ്രിയ സഹോദരരെ, കഴിഞ്ഞ ദിവസം നമ്മൾ വലിയ സുനാമി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു ക്ലാസ് കിട്ടും. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ജപ്പാനിൽ വലിയ സുനാമി ഉണ്ടാകും എന്നൊരു വാർത്ത കേട്ടതുകൊണ്ടായിരുന്നു. പക്ഷേ അത് വചനത്തിൽ നിന്ന് ഞാൻ കോട്ട് ചെയ്ത് സംസാരിച്ചപ്പോൾ അത് അവിടെ സുനാമി ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലും ഇത് യാഥാർത്ഥ്യമാണ് തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ സുനാമി ഉണ്ടായില്ലെങ്കിലും അവിടെ വലിയ ഭൂകമ്പം ഉണ്ടാവുകയും അവിടെ അഗ്നിപർവ്വതം പൊട്ടുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ വാർത്ത കേട്ടപ്പോൾ ഒരു വാർത്ത എൻ്റെ മനസ്സിൽ വന്നത് ഞാൻ ശ്രദ്ധിച്ചൊരു വാർത്ത ഇതാണ്. കാസർഗോഡ് ജില്ലയിൽ ആൻ്റണി ഉള്ളാട്ട് എന്ന് പറയുന്ന ഒരു വൈദികൻ ആത്മഹത്യ ചെയ്തതിനെപ്പറ്റി നമ്മൾ വാർത്ത കേട്ടു. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഒരു വൈദികന് ആത്മഹത്യ ചെയ്യാൻ മാത്രം എന്ത് പ്രശ്നമാണുള്ളത്? അദ്ദേഹത്തിന് ഭക്ഷിക്കാൻ ആഹാരമുണ്ട്, സഞ്ചരിക്കാൻ വാഹനമുണ്ട്, കിടക്കുവാൻ പള്ളിമുറികളുണ്ട്, ആരാധിക്കാൻ അല്ലെങ്കിൽ ചുറ്റും നിൽക്കുവാൻ ജനക്കൂട്ടമുണ്ട്, സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ എന്തുകൊണ്ട് ആ വൈദികൻ ആത്മഹത്യ ചെയ്തു? പ്രിയപ്പെട്ടവരെ, അതൊരു വാർത്ത അവിടെ നിൽക്കട്ടെ. ഇനി മറ്റൊരു കാര്യം നിങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് സൂചിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, എനിക്ക് 10, 15, 20 വർഷം മുമ്പൊക്കെ ഞാൻ ടെലിവിഷൻ ഉപയോഗിക്കുമായിരുന്നു. വലിയ ടെലിവിഷൻ ഉപയോഗിക്കുന്ന ടെലിവിഷൻ മുമ്പിൽ മണിക്കൂറുകൾ ഇരിക്കുന്ന ഒരു സ്വഭാവം എന്നിലുണ്ടായിരുന്നു. എന്നാൽ സർവശക്തനായ ഈശോ എന്നിലേക്ക് കടന്നു വന്നപ്പോൾ ആ ടെലിവിഷൻ ഭിത്തിയിൽ നിന്ന് വലിച്ചു പറിച്ച് അത് എന്നേക്കുമായിട്ട് ദൂരെ എറിഞ്ഞ് കളഞ്ഞ വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ആ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അന്ന് കണ്ട ഒരു സംഭവം എൻ്റെ മനസ്സിൽ ഈ കഴിഞ്ഞ ദിവസം ചില വാർത്ത കേട്ടപ്പോൾ മുളച്ചു വന്നതുകൊണ്ടാണ് ഞാനതുകൊണ്ട് പറഞ്ഞത്. അതിപ്രകാരമായിരുന്നു. അത് സന്തോഷ് കുളങ്ങര എന്ന് പറയുന്ന ഒരു സഞ്ചാരി ആയ ഒരു മനുഷ്യൻ, അദ്ദേഹം അമേരിക്കയിലെ ടെക്സാസ് നഗരത്തിലൂടെ കടന്നു പോയപ്പോൾ അദ്ദേഹം അവിടെ ചില ചിത്രങ്ങൾ ഒപ്പിയെടുത്തിരുന്നു. അത് അദ്ദേഹം സഞ്ചാരം എന്ന അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ പ്രക്ഷേപണം ചെയ്തപ്പോൾ എൻ്റെ ടെലിവിഷനിൽ കൂടെ ഞാനത് കണ്ട ഭാഗമാണ് ഇപ്പോൾ നിങ്ങളെ ഓർമ്മിപ്പിച്ചിരുന്നു. അതിപ്രകാരം പരിപൂർണ നഗ്നരായ സ്ത്രീകൾ ടെക്സാസ് നഗരത്തിൽ കൂടെ നടന്നു നീങ്ങുന്നത് അദ്ദേഹം തൻ്റെ ചാനലിൽ കൂടെ കാണിച്ചത് ഞാൻ കണ്ടത് ഇപ്പോഴും ഓർമ്മിച്ചിരിക്കുകയാണ്. ഇത് ഓർമ്മിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ടെക്സാസ് നഗരത്തിലാണ് ഈ വർഷത്തിലെ അമേരിക്കയെ പിടിച്ചു കുലുക്കിയ ഏറ്റവും വലിയ വെള്ളപ്പൊക്കം. വലിയ ദുരന്തമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. വലിയ കെട്ടിടങ്ങളും കാറുകളൊക്കെ ധാരാളം ഒഴുകിപ്പോയിരിക്കുന്നു, പാലങ്ങൾ തകർക്കപ്പെട്ടിരിക്കുന്നു, 24 പേര് മരിച്ചു കഴിഞ്ഞു, കുറേയേറെ ആളുകളെ കാണാനില്ല, കൃഷി നശിച്ചിരിക്കുന്നു, റോഡ് നശിച്ചിരിക്കുന്നു, വീട് നശിച്ചിരിക്കുന്നു, മരണം സംഭവിച്ചിരിക്കുന്നു. അവിടെ ആ പ്രകൃതിയുടെ ദുരന്തം ഇത്രയും സമ്പൽ സമൃദ്ധമായ, ഇത്രയും ടെക്നോളജി വളർന്ന, ഇത്രയും വലിയ ഒരു ലോകത്തിലേക്കും ഏറ്റവും വലിയ സമ്പത്തും സംസ്കാരവും അറിവും ടെക്നോളജിയും എല്ലാമുള്ള വലിയൊരു രാഷ്ട്രമായ അമേരിക്കയെ ടെക്സാസ് എന്ന നഗരം പിടിച്ചു കുലുക്കിയപ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വന്ന ഒരു വചനം ഇതാണ്: ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും നിങ്ങൾ പാപം ചെയ്യരുത്, എന്തെന്നാൽ ഓരോ പാപത്തിനും കർത്താവ് കണക്ക് ചോദിക്കും. ആ കണക്ക് ചോദ്യം കർത്താവ് തീരുമാനിക്കുന്നത് ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത്. പാപത്തിൻ്റെ കണക്ക് കർത്താവ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ വചനം എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നു. അപ്പോൾ എന്താണ് നമ്മൾ വിചാരിക്കും, ഏകദേശം ഒരു 15 വർഷത്തിന് മേലെയാണ് ഈ കണ്ട സംഭവം. പക്ഷേ ഈ സംഭവത്തിൻ്റെ കർത്താവിൻ്റെ ശിക്ഷ വന്നത് ഒരു 15 വർഷമോ 20 വർഷമോ ശേഷമാണ്. ആ സംഭവം നടന്ന ആ കാലഘട്ടങ്ങളിൽ അവിടെ ദൈവം ശിക്ഷിച്ചില്ല. അതായത് പാപം നിന്നെ വേട്ടയാടി പിടികൂടുമെന്ന് നീ അറിഞ്ഞുകൊള്ളാൻ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ കർത്താവ് പറയുന്നത്. ജ്ഞാനത്തിൻ്റെ പുസ്തകം എടുത്ത് വായിച്ചാൽ അറിയാം. അവിടെ ഇങ്ങനെ പറയും, പാപം നിന്നെ വേട്ടയാടി പിടികൂടും, അത് ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും നീ പാപം ചെയ്യരുത്. കർത്താവ് പറയുന്നത് ഓരോ പാപം ചെയ്യുമ്പോഴും, പാപമല്ല, പാപത്തിൻ്റെ പ്രവൃത്തി രൂപമാണ് തിന്മ. ആ തിന്മയാണ് അവിടെ ചെയ്തത്. തിന്മയ്ക്ക് പ്രതിഫലം ഉടനെയല്ല, അത് അല്പസമയം കഴിയുമ്പോഴാണ്. കർത്താവിൻ്റെ മുമ്പിൽ 10 വർഷമോ 15 വർഷമോ ഒരു ദിവസം പോലെയാണ്. അപ്പോൾ അന്ന് മനുഷ്യൻ ചെയ്ത തിന്മ, അതുപോലെ തന്നെ അതോടനുബന്ധിച്ച് നമുക്കറിയാം വലിയ സമ്പത്തുള്ള രാഷ്ട്രങ്ങളിലൊക്കെ നിശാ ക്ലബ്ബുകളും അതുപോലെ ബ്ലാക്ക് മാസുകളൊക്കെ അമേരിക്ക ധാരാളം നടക്കുന്നതായിട്ട് വാർത്ത നമ്മൾ കേൾക്കാറുണ്ട്. ദൈവത്തിന് വിരുദ്ധമായി ആര് എന്ത് പ്രവർത്തിച്ചാലും നമ്മൾ വിചാരിക്കും എവിടെയാണ് ദൈവം? കാണാനില്ലല്ലോ. ഒരു വ്യക്തിയായിട്ടാണ് എല്ലാവരും ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്.
അപ്പോൾ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എല്ലാവരും വിചാരം ഒരു വ്യക്തിയായിട്ട് നമ്മുടെ മുമ്പിൽ കാണാനില്ല, അതുകൊണ്ട് നമുക്ക് ദൈവത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ആ ഒരു കാഴ്ചപ്പാട് വെച്ചുകൊണ്ടാണ് എല്ലാ മനുഷ്യരും ലോകത്ത് ജീവിക്കുന്നത്. പക്ഷേ ദൈവത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം ആത്മാവാണ് എന്നാണ്. എന്താണ് ആത്മാവ്? ആത്മാവ് അഗ്നിയാണ്. അഗ്നിരൂപനായ ദൈവം. ഈ അഗ്നിയുടെ പ്രകാശം ലോകത്തിൻ്റെ സൂര്യനിൽ നിന്ന് കോടാനുകോടി കിലോമീറ്റർ ദൂരെയുള്ള ഭൂമിയിലേക്ക് പ്രകാശം വരുന്നത് പോലെ, അല്ലെങ്കിൽ ഇന്ന് ഇൻ്റർനെറ്റിൽ കൂടെ എൻ്റെ ശബ്ദ തരംഗങ്ങൾ ഭൂമിയിലേക്ക് വരുന്നത് പോലെ, ദൈവത്തിൻ്റെ ആത്മാവും മനുഷ്യരും തമ്മിലുള്ള എല്ലാ കാര്യങ്ങളും അതാത് സമയത്ത് ഒരു പൾസ് എന്ന രീതിയിൽ ദൈവം അറിയുന്നു. ഭൂമിയെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചും മനുഷ്യൻ്റെ വിചാരങ്ങളെക്കുറിച്ചും വികാരങ്ങളെക്കുറിച്ചും അവൻ്റെ ആത്മാവിനെക്കുറിച്ചും മനസ്സിനെക്കുറിച്ചും ഓരോ വ്യക്തിയെക്കുറിച്ചും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയം സ്പന്ദിക്കുന്നത് പോലെ തന്നെ ദൈവത്തിൻ്റെ ഹൃദയം സ്പന്ദിക്കുന്നുണ്ട്. ദൈവം ഇത് അതാത് സമയത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നടന്ന ആ നഗ്നതാ പ്രശ്നം, അതുപോലെ തന്നെ പിന്നീടുണ്ടായ ധാരാളം സംഭവങ്ങൾ, അതുപോലെ നമുക്കറിയാം ഇപ്പോൾ ഇസ്രായേലിൽ കഴിഞ്ഞ പ്രാവശ്യം 2 വർഷം മുമ്പ് നിശാ പാർട്ടിയെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഭീകരരെ കടന്നു ചെല്ലുകയും വെടിവെക്കുകയും ഒക്കെ ചെയ്തു. അതും ഒരു വലിയ ഒരു നിശാ ക്ലബും ഡാൻസും പാട്ടും മദ്യപാനവും അവിടെ അങ്ങനെ വസ്ത്രധാരണത്തിലെ അപാകതയും ഒക്കെ കൊണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളും തുള്ളിച്ചാടി നടന്ന് അവർ ജീവിതത്തിൻ്റെ ജഡമോഹങ്ങളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ജഡീയ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അവിടെ ഉണ്ടായത്. അപ്പോൾ നമുക്കറിയാം ഇസ്രായേലിൽ 25 ലക്ഷം വരുന്ന സ്വർഗ്ഗഭോഗികളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ അതിന് 25 ഇനി 250 പേരാണെങ്കിലും അത് ദൈവപ്രമാണത്തിൻ്റെ ലംഘനമാണ്. ആ ലംഘനം നടക്കുന്നത് എവിടെയോ അവിടെ ദൈവത്തിൻ്റെ പ്രഹരം, ദൈവത്തിൻ്റെ കോപം, ദൈവത്തിൻ്റെ ശിക്ഷാവിധി ഉണ്ടാകുമെന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ടെക്സാസ് നഗരത്തിലായാലും ഇസ്രായേലിലായാലും ഇന്ത്യയിലായാലും ഏത് രാഷ്ട്രത്തിലായാലും ദൈവപ്രമാണങ്ങൾക്ക് ലംഘനം നടക്കുന്ന ഏത് സ്ഥലം, ഏത് വ്യക്തി, ഏത് രാജ്യമായിക്കോട്ടെ അവിടെ ദൈവത്തിൻ്റെ ശിക്ഷ ഉറപ്പാണെന്ന് ചരിത്രം തെളിയിക്കുകയാണ്. അഥവാ മനുഷ്യൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട കഴിഞ്ഞ ദിവസം ഞാൻ അതിൻ്റെ 2 ദിവസം മുന്നേ ഞാൻ വരുന്നു സർപ്പാരാധന പറഞ്ഞുകൊണ്ട് ക്ലാസ് ഇട്ടിരുന്നു. നിങ്ങൾക്കറിയാം എന്താണ് സർപ്പാരാധന. വ്യഭിചാരവും അതിൻ്റെ നിരവധിയായ ഉപഘടകങ്ങളും ലോകത്ത് മനുഷ്യൻ കണ്ടുകൊണ്ട് കാണുകയാണ്, കാതുകൊണ്ട് കേൾക്കുകയാണ്. അനേകം വിവാഹ തകർച്ചകൾ. എന്തുകൊണ്ടാണ് വിവാഹത്തിൽ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നത്, ഭർത്താവിൻ്റെ മോശമായ ലൈംഗിക വീഴ്ചയുടെ വൈകൃതങ്ങൾ സഹിക്കുന്ന സ്ത്രീ ആത്മഹത്യയാണ്, അല്ലെ കൊല്ലപ്പെടുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പരിണിത ഫലമാണ്. ഇനി നമ്മൾ വിചാരിക്കും നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കത്തോലിക്ക സഭയിൽ സുരക്ഷിതമാണ്, നാം വിശുദ്ധ കുർബാന കാണുന്നുണ്ട്, ദേവാലയത്തിൽ പോകുന്നുണ്ട്, കുമ്പസാരിക്കുന്നുണ്ട്, ധ്യാനം കൂടുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ സുരക്ഷിതമാണ്, നമുക്കൊരു പ്രശ്നവുമില്ല, നാം വളരെ സന്തോഷമായിട്ടങ്ങ് പോയാൽ മതി എന്നൊരു ചിന്ത നമ്മളെ അലട്ടുന്നുണ്ടെങ്കിൽ ഇനി ഞാൻ അതിൻ്റെ ബാക്കി ഒരു വചനത്തിലൂടെ പറഞ്ഞുതരാം. പ്രിയപ്പെട്ടവനെ, അത് ബാറൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 10-ാം തിരുവചനത്തിൽ ഇങ്ങനെ പിതാവായ ദൈവം എഴുതി വച്ചിരിക്കുകയാണ്: പുരോഹിതന്മാർ ചിലപ്പോഴൊക്കെ ഈ ദേവന്മാരിൽ നിന്ന് സ്വർണവും വെള്ളിയും രഹസ്യമായി എടുത്ത് സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു, അതിൽ നിന്ന് ഉള്ളറയിലെ വേശ്യകൾക്ക് പോലും കൊടുക്കുന്നു. അതിന് ഇന്നത്തെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മെത്രാന്മാരോ അച്ഛന്മാരോ കർദിനാൾമാരോ മാർപ്പാപ്പയോ കൂലിപ്പണിക്ക് പോകുന്നുണ്ടോ രാവിലെ? ഞാൻ കെട്ടിട നിർമ്മാണ രംഗത്ത് 5 വർഷം പണിയെടുത്തതാണ്. പ്രിയപ്പെട്ട 5 വർഷക്കാലം എല്ലാ മാർച്ച് മാസത്തിലേക്ക് ഭയങ്കരമായ വെയിലും ചൂടും അനുഭവിച്ച്, അതുപോലെ മഴയാണെങ്കിൽ ഏത് മഴ പെയ്താലോ മഴയൊക്കത്ത് നിന്ന് നനഞ്ഞുകൊണ്ടാണ് വെട്ടുകളിലൊക്കെ എടുത്ത് സിമെൻറ്റൊക്കെ എടുത്തുകൊണ്ട് പണിയെടുത്തുകൊണ്ടിരുന്നത്. അതിനുശേഷം അന്ന് കിട്ടുന്ന 600 രൂപയും 500 രൂപയ്ക്ക് കൊണ്ടുവന്ന് കുടുംബം പോറ്റുന്ന അവസ്ഥയായിരുന്നു ആ അവസ്ഥ ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. അതുപോലെ ഇന്ന് ലോകത്തുള്ള എല്ലാ വ്യക്തികളും അധ്വാനിച്ച് വിയർപ്പ് ചിന്തി കാല് മുറിഞ്ഞ് കൈ മുറിഞ്ഞ് മഴ നനഞ്ഞ് വെയിലേറ്റ് ചൂടേറ്റ് കഠിനാധ്വാനം ചെയ്ത് സമ്പത്തുണ്ടാക്കി പണമുണ്ടാക്കി ക്രിസ്ത്യാനികളും ജനങ്ങളും ജീവിക്കുമ്പോൾ നമ്മുടെ കത്തോലിക്ക സഭയിലെ പുരോഹിതന്മാരെ കുറിച്ച് കർത്താവ് എന്താ പറഞ്ഞത്? പുരോഹിതന്മാർ ചിലപ്പോഴൊക്കെ ഈ ദേവന്മാരിൽ നിന്ന് സ്വർണവും വെള്ളിയും രഹസ്യമായി എടുത്ത് സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു, ഉള്ളറയിലെ വേശ്യകൾക്ക് പോലും കൊടുക്കുന്നുവെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ അതിൻ്റെ ഇന്നത്തെ അർത്ഥം എന്താണ്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നേർച്ച കാഴ്ചകളായിട്ട് കൊടുക്കുന്ന നമ്മുടെ പണം, നമ്മുടെ കയ്യിൽ നിന്ന് വിവിധ രീതിയിൽ ഇവർ വാങ്ങുന്ന പണം,
ആ പണത്തിൽ നിന്ന് കുറേ പണമെടുത്ത് ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് അതിന് പണം മുടക്കി അതിനകത്ത് വരുന്ന അശ്ലീലങ്ങൾ, അശുദ്ധികൾ കണ്ട് അത് മറ്റുള്ള ആരുടെയെങ്കിലുമൊക്കെ അടുത്ത് പ്രയോഗിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് ജനം അറിയുമെന്ന് തോന്നുമ്പോൾ പോയി മനുഷ്യൻ, വൈദികർ ആത്മഹത്യ ചെയ്തു. അതാണ് ഇതൊക്കെ രഹസ്യമായിട്ട് അന്വേഷിച്ച് ചെല്ലുമ്പോൾ അത് അവിടെയാണ് മനുഷ്യൻ കണ്ടെത്തുക. എന്തുകൊണ്ടാണ്? അവർ ഉള്ളറകളിലെ വേശ്യകൾ കൊടുക്കുന്നു പറയുമ്പോൾ ഇന്ന് രഹസ്യമായി ആത്മാവിൽ സ്വന്തം മുറിക്കകത്ത് കയറി കഥകടച്ച് ഇൻ്റർനെറ്റിലൂടെയും മറ്റ് സംവിധാനങ്ങളിലൂടെയും അശുദ്ധിയുടെയും മ്ലേച്ഛതയിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ പരിണിത ഫലമാണ് ആത്മഹത്യകൾ. ഞാനിത് പറയാൻ കാരണം നമ്മളിപ്പോൾ നമ്മുടെ കേരള സഭയിൽ, ഞാൻ എൻ്റെ മതബോധന ഗ്രന്ഥം, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ അവരെഴുതി വെച്ച, സഭാ നേതൃത്വം എഴുതി വെച്ച വചനം പറഞ്ഞിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. അതിങ്ങനെയായിരുന്നു. എന്താണ്? ദൈവരാജ്യത്തിൻ്റെ വളർച്ചയിൽ നിന്നും ആധുനിക ലോകത്തിലെ ഉപകരണങ്ങളും സംവിധാനങ്ങളും നാം സുവ്യക്തമായി വേർതിരിച്ച് കാണേണ്ടിയിരിക്കുന്നു എന്ന് അവർ മതബോധന ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടും ഇന്ന് നമ്മുടെ സഭയിൽ, നമ്മുടെ വൈദികരിൽ, ക്രിസ്ത്യാനികളിൽ, ദമ്പതികളിൽ, സഭയ്ക്കുള്ളിൽ എത്ര കോടാനുകോടി രൂപയാണ് ഇത്തരം സംവിധാനങ്ങൾക്ക് പണം പുറത്തേക്ക് വിടുന്നത്. അതുപോലെ നമ്മൾ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്ന ഇൻ്റർനെറ്റും ഇത്തരം മൊബൈൽ ഫോൺ സംവിധാനങ്ങളും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും എല്ലാം ദൈവരാജ്യത്തിൻ്റെ വളർച്ചയിൽ നിന്നും സുവ്യക്തം വേർതിരിച്ച് കാണണമെന്ന് സഭ പഠിപ്പിച്ചിട്ട് അതേ സഭ ഇത് ലംഘിച്ച് പ്രവർത്തിക്കുമ്പോൾ ഇതിൻ്റെ ശിക്ഷാവിധി ഇല്ല എന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? എൻ്റെ ചോദ്യം അതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, 15 വർഷങ്ങൾ കാലം മുമ്പ് ടെക്സാസ് നഗരത്തിൽ കൂടെ നഗ്നമായ സ്ത്രീകൾ ഉലാത്തി നടന്നു പോയപ്പോൾ സഞ്ചാരം എന്ന കാസറ്റിൽ കൂടെ കണ്ട സംഭവമാണ് ഞാൻ പറഞ്ഞത്. അത് ഈ ലോകത്തെ ജനങ്ങൾ കണ്ടതാണത്. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ ലോകത്തിൻ്റെ ഓരോ ഭാഗങ്ങളും, ഇപ്പോൾ ഞാൻ ഇസ്രായേലിലെ കാര്യം പറഞ്ഞല്ലോ, അതുപോലെ നിരവധി സ്ഥലങ്ങൾ, നിരവധി ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും തിന്മ ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യുന്നത്. കർത്തൃകോപം സാവധാനമേ വരൂ. അതാണ് വചനത്തിന് അടുത്ത വചനം. കർത്താവിൻ്റെ കോപം സാവധാനമേ വരൂ, ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും 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 നീ പാപം ചെയ്യരുത്, തിന്മ ചെയ്യരുത്. കർത്തൃകോപം സാവധാനമേ വരൂ. അത് ക്രോധമായിട്ടാണ് വരുന്നത്. അതാണ് വെളിപാടിന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞത്, കർത്താവിൻ്റെ ക്രോധം ഉടൻ ഭൂമിയുടെ മേൽ ആഗതമാണ്. അത് വിലാപം 1:9 എടുക്കാം. വിലാപത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം, ക്ഷമിക്കണം, 1-ാം അധ്യായം 9-ാം തിരുവചനം. പ്രിയപ്പെട്ടവരെ, വിലാപത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 9-ാം തിരുവചനം. അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു വചനം ഇതാണ്: അവളുടെ അശുദ്ധി അവളുടെ വസ്ത്രത്തിലുണ്ടായിരുന്നു, തൻ്റെ വിനാശത്തെപ്പറ്റി അവൾ ചിന്തിച്ചില്ല. അവളുടെ അശുദ്ധി തൻ്റെ വസ്ത്രത്തിലുണ്ടായിരുന്നു, തൻ്റെ വിനാശത്തെപ്പറ്റി അവൾ ചിന്തിച്ചില്ല. എന്നാൽ ചിന്തിക്കേണ്ട സമയം ആഗതമായി. ഇനി രണ്ട് അശുദ്ധിയെക്കുറിച്ച് ഞാൻ പറയാം. ഒന്ന്, ഇന്നത്തെ സഭയിലെ ക്രിസ്ത്യാനി പെൺകുട്ടികളുടെ വസ്ത്രധാരണം. അത് ഞാൻ പറയുന്നില്ല, ഇത്രയും സൂചിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വിഷയം സൂചിപ്പിച്ചത്. അത് ചില മെത്രാന്മാരുടെ തലയിലുള്ള തൊപ്പിയിൽ മയിലിൻ്റെ ചിഹ്നം കാണുന്നുണ്ട്. മയിലിൻ്റെ ചിഹ്നം നമുക്ക് സാധാരണ സഭാവസ്ത്രത്തിൽ മെത്രാന്മാരുടെയോ വൈദികരുടെയോ ഒക്കെ കുർബാനയുടെയൊക്കെ കുപ്പായങ്ങളുടെയൊക്കെ പുറത്ത് നമ്മൾ സാധാരണ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പക്ഷിയുടെ രൂപം ഇങ്ങനെ താഴേക്ക് പറന്നു വരുന്നോ അല്ലെ മേലേക്ക് പറന്നു പോകുന്നോ, ചുറ്റും കതിരുകളുമൊക്കെ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഗോതമ്പിൻ്റെയും പാനപാത്രത്തിൻ്റെയും ഒക്കെ ചിത്രങ്ങൾ ആ വസ്ത്രങ്ങളിൽ തുന്നിപ്പിടിപ്പിച്ചിട്ടുണ്ട്. അത് വിശുദ്ധ ബലിയെ ഓർപ്പിക്കുന്നതിനും ആ ബലിയുടെ അതിന് അന്തർലീനമായിരിക്കുന്ന ആശയങ്ങളെ കാണിക്കുന്നതിനും വേണ്ടിയാണ്. എന്നാൽ ചില മെത്രാന്മാരുടെയൊക്കെ ശിരസിലെ തൊപ്പിയിൽ മയിലിൻ്റെ പടം കാണുന്നുണ്ട്. അത് അശുദ്ധിയാണ്. എന്താണ് മയിലിൻ്റെ? അത് മനസ്സിലാക്കുന്ന വെളിപാടിൻ്റെ പുസ്തകം 18-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ പോകണം. അവൾ പിശാചുക്കളുടെ വാസസ്ഥലവും അശുദ്ധവും മ്ലേച്ഛവുമായ സകല പക്ഷികളുടെയും താവളമായി എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ മയിൽ എന്തിനു സൂചിപ്പിക്കുന്നു? അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം പറയുന്നത്, ശബം എവിടെ അവിടെ കഴുകന്മാർ വന്നോളും. അപ്പം കഴുകൻ എന്ന ചിഹ്നം നമ്മൾ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു കഴുകനെ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ശബത്തെയാണ്. കാരണം ശബമാണ് കഴുകൻ തിന്നുന്നത്. അപ്പം മയിലിനെ കാണുമ്പോൾ നമ്മൾ എന്തിനെ ഓർമ്മിക്കണം? മയില് ലൂസിഫറിൻ്റെ ചിഹ്നമാണ്. അതായത് സൗന്ദര്യത്തിൻ്റെ ദേവനായിരുന്നു ലൂസിഫർ. പിതാവായ ദൈവത്തിൻ്റെ കൂടെ സ്വർഗത്തിൻ്റെ മധ്യത്തിൽ എല്ലാവിധ എസെക്കിയേൽ 18 എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 32-ാം തിരുവചനം 30 അതിനകത്ത് പറയുന്നുണ്ട്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിന് പറഞ്ഞു, പുല്ലാങ്കുടിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും രത്നങ്ങളുടെയും മധ്യത്തിൽ സുമുഖനും സുന്ദരനുമായി സുഖമായിട്ട് വാണിരുന്ന ഒരു മാലാഖിയായിരുന്നു. പിന്നീട് ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചത്? ലൂസിഫറായിട്ട്, സത്താനായിട്ട് മാറിയത്. അപ്പോൾ അവൻ്റെ
സൗന്ദര്യത്തെ സൂചിപ്പിക്കുന്നതാണ് മയിൽ. മയിൽ പീലി വിരിച്ചാൽ എന്തൊരു രസമാണ്. അതിൻ്റെ ചലനങ്ങളും ആട്ടങ്ങളും അതിൻ്റെ പുള്ളികളും കാണുവാൻ എല്ലാ മനുഷ്യന്മാർക്കും. വെള്ള മയിലുകൾ പീലി വിരിക്കുന്ന ഉണ്ടെന്ന് പറയുന്നുണ്ട്, വെള്ള മയിൽ. അതുപോലെ തന്നെ ഒരേ രീതിയിലുള്ള മയിലിൻ്റെ കളറുള്ള മയിലുകളെ വികസിപ്പിച്ച് വളർത്തിയെടുക്കുകയാണോ മയിൽ വളർത്തുന്ന ആളുകളൊക്കെ. അപ്പോൾ സൗന്ദര്യത്തിൻ്റെ ദേവനാണ് മയിൽ. ആ മയിലിൻ്റെ ചിഹ്നങ്ങൾ മെത്രാന്മാരുടെ തൊപ്പിയെ കാണുമ്പോൾ നാം എന്ത് മനസ്സിലാക്കണം? അത് സഭയ്ക്ക് അറിയത്തില്ല, ജനത്തിനും അറിയത്തില്ല. കത്തോലിക്ക സഭയിലെ ക്രിസ്ത്യാനികൾക്ക് വല്ല ബോധമുണ്ട്, ഇത് പറ്റി വല്ല അറിയത്തില്ലല്ലോ. അപ്പോൾ ഈ ചിഹ്നം കാണുമ്പോൾ എന്താണ് ശ്രദ്ധിക്കുന്നത്? ഞാൻ ലൂസിഫറാണ്, ഞാൻ സൗന്ദര്യത്തിൻ്റെ ദേവനാണ് എന്നാണ് മെത്രാന്മാരുടെ തൊപ്പിയുള്ള ചിഹ്നം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പരിണിതഫലം ഇനി വരാൻ പോകുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ അതിനെന്തെങ്കിലും പരിണിതഫലം ഉണ്ടോ? ഇപ്പോൾ കത്തോലിക്ക സഭയിൽ വല്ല പ്രശ്നമുണ്ടോ? ഉണ്ട്. സഭയുടെ കേരള സഭയിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇതിൻ്റെ പരിണിതഫലം എങ്ങനെയാണ് വരുന്നത്? അത് സക്രിയ പ്രവചന പുസ്തകത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വാളെ ഉയരുക, ഇടയനെ വെട്ടുക, ആടുകൾ ചിതറട്ടെ. അപ്പോൾ നമ്മുടെ കത്തോലിക്ക സഭയുടെ ആസ്ഥാനമായ റോമും വത്തിക്കാനുമൊക്കെ യുദ്ധത്താൽ ആക്രമിക്കപ്പെടുകയും അത് കീഴ്പ്പെടുത്തുകയും സഭയെ പൂർണ്ണമായിട്ടും പരാജയപ്പെടുത്തിക്കൊണ്ട് പൂർണ്ണമായിട്ടും സഭയുടെ നിയന്ത്രണം ആൻറ്റി ക്രൈസ്റ്റ് എതിർ ക്രിസ്തു ഏറ്റെടുക്കുന്ന 2030 ജൂൺ മാസം വ്യക്തമായിട്ട് വിശദീകരണത്തിൻ്റെ ഡേറ്റ് അടക്കമുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ചുരുങ്ങിയ കാലമേ ഉള്ളൂ ഈ കാണുന്ന സംവിധാനവും ഈ കാണുന്ന കുർബാനയല്ല. കാരണം ഇത്തരം അശുദ്ധികൾ മെത്രാന്മാരോ വൈദികരോ അതുപോലെ തന്നെ ഇന്ന് മൊബൈൽ ഉപയോഗിച്ചുള്ള അശുദ്ധിയൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ആരാ നമ്മളെ ശിക്ഷിക്കാനുള്ളേ? ആരാ എന്നോട് ചോദിക്കാനുള്ളേ? സഭയുടെ നേരെ കൈ ഉയർത്താൻ ആർക്ക് ധൈര്യമുണ്ട്? ആ ബിഷപ്പിനെ തൊട്ടുപോകരുത്, അവർക്കൊരു ആപത്തും വരുന്നതൊക്കെ ദൈവം പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് സഭയുടെ നേരെ മെത്രാന്റെ നേരെ ആർക്കും കൈയുണ്ട് അധികാരമില്ല എന്നുള്ള അധികാര സ്ഥാനത്തിൻ്റെ കൊഴുപ്പും ധാർമ്മികതയും ദുഷ്ടതയും അശുദ്ധിയും ധിക്കാരവും കാണിക്കുന്ന മെത്രാന്മാരോ സഭയോ ആരുമായിക്കൊള്ളട്ടെ, കത്തോലിക്ക സഭയ്ക്കെതിരെ വാളെ ഉയരുക, ഇടയനെ വെട്ടുക എന്ന വചനം ഈ ഭൂമിയിൽ സംഭവിക്കുമ്പോൾ അത് കർത്താവ് പറഞ്ഞ ഈ സംഭവമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ഇതിനൊക്കെ തിരിച്ചടി ഉടൻ ഉണ്ട്. ഇനി ഒരു കാലതാമസമില്ല. വെളിപാട് പുസ്തകം പറഞ്ഞത് ഇനി കാലവിളംബം വരുത്തുകയില്ല. തൻ്റെ പ്രവാചകന്മാരെ ദൈവം അറിയിച്ച രഹസ്യം നിവൃത്തിയാകും എന്ന് പറഞ്ഞാൽ, നിവൃത്തിയാകും എന്ന് പറഞ്ഞാൽ പടിപടിയായി സംഭവിക്കാമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എൻ്റെ ചില ക്ലാസ്സിൽ ഇരിപ്പുണ്ട്. എന്താണ് നിവൃത്തിയാകുക എന്ന വാക്കിൻ്റെ അർത്ഥം? ഓരോ വാക്കിനും പുള്ളിക്കും കുത്തിനും കോമയ്ക്കും വിശുദ്ധ ഗ്രന്ഥത്തിൽ സർവശക്തനായ ദൈവം അർത്ഥം വെച്ചിട്ടുണ്ട്. പ്രിയ സഹോദരങ്ങളെ, തൻ്റെ പ്രവാചകന്മാരെ ദൈവം അറിയിച്ച രഹസ്യം നിവൃത്തിയാകുക എന്ന് പറഞ്ഞാൽ പടിയായിട്ട് സംഭവിക്കുക. ആ കാലഘട്ടം പൂർത്തിയാകുമ്പോൾ ഇതിൻ്റെ ശിക്ഷ കർത്താവിൽ നിന്ന് വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വാളെ ഉയരുക, ഇടയനെ വെട്ടുക, ആടുകൾ ചിതറട്ടെ. കർത്താവിൻ്റെ കരം ഈ തിന്മ ചെയ്ത എല്ലാ വ്യക്തിയുടെ മേൽ പതിയുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ടാണ് ടെക്സാസ് സിറ്റിയിലെ കാര്യം ഞാൻ പറഞ്ഞത്, ഇസ്രായേലിൽ നടന്ന സംഭവത്തെക്കുറിച്ച് പറഞ്ഞത്. അതുപോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നത് പ്രകൃതിയുടെ ദുരന്തം എവിടെ കണ്ടു അതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഇതാണ്, ദൈവം പ്രതികരിക്കുന്നു എന്നാണ്. സർവശക്തനായ ദൈവം പ്രതികരിക്കുന്നു, പ്രതിഷേധിക്കുന്നു. അപ്പോൾ സർവശക്തനായ ദൈവം ഭൂമിയിലേക്ക് ഓടി വന്ന് പ്രത്യക്ഷപ്പെട്ടൊരു മനുഷ്യരൂപത്തിൽ നിന്നിട്ട് വലിയ തോക്കെടുത്ത് സഭയ്ക്ക് നേരെയോ ഈ ലോകത്തിന് നേരെ വെടിവെക്കുന്നതല്ല എന്നർത്ഥം. പ്രകൃതിയെ കർത്താവ് ഒന്ന് തിരിച്ചാൽ മതി. ചൂട് 2 ഡിഗ്രി ലോകത്ത് കൂടിയാൽ 36 ഡിഗ്രിയിലെ വേനൽക്കാലത്ത് ചൂട് 38, 40, 45 ആയിക്കഴിഞ്ഞാൽ ഭൂമിയുടെ ജലത്തിൻ്റെ ബാഷ്പീകരണം കൂടും, മേഘത്തിൻ്റെ അളവ് കൂടും, മഴയുടെ അളവ് കൂടും. മഴയുടെ അളവ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? വെള്ളപ്പൊക്കം കൂടും. വെള്ളപ്പൊക്കം വന്നാൽ ഉരുൾപൊട്ടലുണ്ടാകും, പ്രകൃതിക്ഷോഭം ഉണ്ടാകും. അപ്പോൾ മരണസംഖ്യ കൂടും. മറ്റൊന്ന്, കാലാവസ്ഥയിലെ വ്യതിയാനം വന്നാൽ ഭക്ഷ്യസാധനങ്ങളുടെ ഉത്പാദനം എന്നേക്കുമായിട്ട് അവസാനിക്കും. 2 ഡിഗ്രി കുറഞ്ഞാലോ, അമിതമായ തണുപ്പ് ഭൂമിയിലേക്ക് വന്നാലോ, 4 ഡിഗ്രി കുറഞ്ഞാലോ, ഒരു 15-20 ഡിഗ്രിയിലേക്ക് മൈനസിലേക്ക് വന്നാൽ എന്ത് സംഭവിക്കും? അപ്പോൾ അവിടെ ഫലവൃക്ഷങ്ങൾ പൂക്കുകയില്ല, കായ്ക്കുകയില്ല, കൃഷി ചെയ്യാൻ പറ്റില്ല, അവിടെയും പ്രശ്നമാകും. എന്നാൽ സർവശക്തനായ ദൈവം അതിൻ്റെ ഭൂമിയിലെ ഡിഗ്രി വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് ഈ മനുഷ്യ സമൂഹത്തിന് വേണ്ടി ദൈവം തന്നെ നിർമ്മിച്ച് ഉൽപ്പാദിപ്പിച്ച് ഈ ഭക്ഷ്യസാധനങ്ങളും ഈ പഴവർഗ്ഗങ്ങളും കൊടുത്ത് ഈ ജനസമൂഹത്തെ തീറ്റിപ്പോറ്റുമ്പോൾ സർവശക്തനായ ദൈവത്തിനെതിരെ ആര് പ്രവർത്തിച്ചാലും അത് ഗവൺമെൻറ് എന്നില്ല, ആശയങ്ങളെന്നില്ല, രാജ്യങ്ങളെന്നില്ല, സഭയെന്നില്ല, ഒരു വ്യക്തിയൊന്നുമില്ല, ആര് പ്രവർത്തിച്ചാലും അതിൻ്റെ തിരിച്ചടി ഉറപ്പാണ്. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഒരു വചനം പറഞ്ഞതാണ്, ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും നിങ്ങൾ തിന്മ ചെയ്യരുത്, കർത്തൃകോപം സാവധാനമേ വരൂ, വരിക തന്നെ ചെയ്യും. പ്രിയ സഹോദരങ്ങളെ,
മുല്ലപ്പെരിയാർ പൊട്ടിയാൽ എന്ത് സംഭവിക്കും? ഞാൻ പറയണ്ട, നിങ്ങളങ്ങ് ഊഹിച്ചാൽ മതി ബാക്കി. വലിയ ഉരുളപൊട്ടൽ സംഭവിച്ചോ? നമ്മുടെ ചൂരൽമല വയനാട്ടിൽ എന്തു സംഭവിച്ചു? മനുഷ്യ ശരീരങ്ങൾ തോടിൻ്റെ ഇരു കരകളിലും ഉള്ള മരങ്ങളിൽ തട്ടിക്കിടക്കുന്ന ഓരോ ഭാഗങ്ങളിൽ മനുഷ്യൻ്റെ കയ്യും കാലും ചാക്കിനകത്ത് പെറുക്കി കൂട്ടിക്കൊണ്ട് പോയത് കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതാണ് ചൂരൽമലയിൽ. അതുപോലെ നൂറ് സംഭവങ്ങൾ 2018 പ്രളയങ്ങൾ നമ്മൾ കണ്ടതാണ്. കർത്താവ് തൻ്റെ ഭൂമിയുടെ നിയന്ത്രണത്തെ അല്പമൊന്ന് തിരിച്ചാൽ, അല്പമൊന്ന് കൂട്ടിയാൽ, കുറച്ചാൽ എന്തു സംഭവിക്കും? ഇനി വെളിപാട് ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, 7ാമത്തെ ദൂതൻ തൻ്റെ പാത്രം, അവൻ 7ാമത്തെ ദൂതന് അഗ്നിയുടെ മേൽ അധികാരം ഉണ്ടായിരുന്നു. അവൻ സൂര്യനിലേക്ക് തൻ്റെ പാത്രം ഒഴിച്ചു. അപ്പോൾ മനുഷ്യൻ അത്യുഷ്ണത്താൽ വെന്തു മരിച്ചു എന്ന് വെളിപാട് ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് ശാസ്ത്ര സമൂഹം പറയുകയാണ്, എന്താ പറയുന്നത്? സൂര്യനിൽ വലിയ താപവ്യതിയാനം കാണുന്നു, സൗര കൊടുങ്കാറ്റ് ഭൂമിയിലേക്ക് വരുന്നു. അങ്ങനെ അത് പറയും. അങ്ങനെ എത്രയോ ലക്ഷണങ്ങൾ. ഇനി അതിൻ്റെയൊക്കെ വലിയ തിരിച്ചടികൾ വരുന്നതേ ഉള്ളൂ. പ്രിയ സഹോദരനെ, വിലാപമൊന്നും അവളുടെ അശുദ്ധി അവളുടെ വസ്ത്രത്തിലായിരുന്നു. വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കാത്ത സ്ത്രീ പുരുഷന്മാരെ കത്തോലിക്ക സഭയെ നമ്മെ പീഡിപ്പിക്കാൻ വേണ്ടി സർവശക്തനായ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന വചനം വേറെയുമുണ്ട്. ഇതിനേക്കാൾ ഭയാനകമായ വചനങ്ങൾ കർത്താവ് എഴുതി വെച്ച വചനമുണ്ട്. അത് ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം ഇത് എല്ലാം കൂടെ കേട്ടാൽ നിങ്ങളുടെ തലമരിച്ചു പേടിച്ചു. അതുകൊണ്ട് ഭയാനകമായ സംഭവങ്ങൾ ഭൂമിയിൽ കത്തോലിക്ക സഭയുടെ നിയന്ത്രണം മറ്റൊരു വ്യക്തിയുടെ നേതൃത്വത്തിൽ ഏറ്റെടുക്കുന്ന കാലം വരാൻ പോവുകയാണ്. അങ്ങനെ തന്നെ വചനമുണ്ട്. ഇനി മറ്റൊരു വചനം വേണം ഇപ്പം പെട്ടെന്ന് പറയാൻ പറ്റും. ഇവിടെ ഏശയ്യ 3:25 അതിനകത്ത് വന്നിരിക്കുന്നത്, നിന്റെ പുരുഷന്മാർ വാളിനിരയാകും, നീ ബലാത്കാരത്തിനിരയായി തറയിലിരിക്കും. അതൊരു വചനമാണ് പ്രിയപ്പെട്ടവർ. അതൊക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ. ഇതൊക്കെ ബൈബിളിൽ വിശുദ്ധ കർത്താവ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ വിചാരിക്കും, ഞാൻ എൻ്റെ സൗകര്യം പോലെ വസ്ത്രം ധരിക്കും, ഞാൻ എൻ്റെ ഇഷ്ടമുള്ള തൊപ്പിയല്ല, എൻ്റെ ഇഷ്ടമുള്ള സിഗ്നൽ വെച്ചുകൊണ്ട് ഞാൻ നടക്കും, ഞാൻ മെത്രാനാണ്, ഞാൻ കർദിനാളാണ്, ഞാൻ മാർപ്പാപ്പയാണ്, ഞാൻ വൈദികനാണ്, എന്നെ ചോദ്യം ഞാൻ ആർക്കും പറ്റിയില്ല എന്നുണ്ട്. പക്ഷേ പ്രിയ സഹോദരനെ, കർത്താവ് പറഞ്ഞ വചനം നിങ്ങൾ പഠിക്കണം, ഓർത്തുകൊണ്ടിരുന്നോണം. അടി വരുന്നുണ്ട്, ശിക്ഷ വരുന്നുണ്ട്. വെച്ചേക്കില്ല ഭൂമിയിൽ കർത്താവ്. സഭയാണെന്നോ മെത്രാനെന്നോ രാജ്യങ്ങളാണെന്നൊന്നും ദൈവം നോക്കുകയില്ല. സമ്പന്ന രാഷ്ട്രമാണോ ശക്തമായ രാഷ്ട്രമാണോ എന്നൊന്നും വിചാരിക്കില്ല കർത്താവ്. ഇപ്പം നമ്മൾ വിചാരിക്കും ഇസ്രായേലിന് തോൽപ്പിക്കാൻ ആരെ കൊണ്ടും പറ്റുകയില്ല, ഇസ്രായേൽ അജയ്യമാണ്. അവർ പറയുന്നുണ്ട്, ഞങ്ങൾ ലോകത്തോട് മുഴുവൻ വേണമെങ്കിൽ യുദ്ധം ചെയ്യും, ഞങ്ങളെ തോൽപ്പിക്കാൻ ധൈര്യമുള്ളവർ പോരെ, ഒന്നും പ്രശ്നമില്ല, ഞങ്ങൾ യുദ്ധം ചെയ്യുന്നു. എന്നാൽ സർവശക്തനായ ദൈവം 2030 കാലഘട്ടം വരും, 30 ജൂൺ മാസം വരുമ്പോൾ ഇസ്രായേലിൻ്റെ ഈ പ്രതാപത്തെ, ശക്തിയെ പരാജയത്തിന് വിട്ടുകൊടുക്കുകയും ഇസ്രായേൽ തോൽക്കുകയും ചെയ്തുകൊണ്ട് മഹാപീഡനം ആരംഭിക്കുന്ന ആ കാലഘട്ടം മുതൽ 3.5 വർഷത്തെ എതിർ ക്രിസ്തുവിൻ്റെ ഭരണം ഭൂമിയിൽ വരുന്നുണ്ട്. ഇതൊക്കെ വിസ്തൃതത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവർ. അപ്പം നമ്മൾ വിചാരിക്കും, നമ്മൾ ഏത് ധാർഷ്ട്യം കാണിച്ചാലും, നമ്മൾ ഏത് വസ്ത്രം ധരിച്ച് ധിക്കാരം കാണിച്ചാലും, ഏത് തൊപ്പയിൽ എന്ത് തുന്നിക്ക് ചേർത്താലും, ഞാൻ എത്ര മദ്യം കഴിച്ചാലും പുകവലിച്ചാലും, ഞാൻ ഇഷ്ടമുള്ള സിഗ്നൽ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് ഞാൻ എന്ത് കണ്ടാലും, ആരുണ്ടെന്നെ നിയന്ത്രിക്കാൻ, ആരുണ്ടെന്നോട് ചോദ്യം ചെയ്യാൻ, ആരാണ് എൻ്റെ നേരെ കൈ ചൂണ്ടുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, ചിന്തിച്ച് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ കർത്താവാണ് കർത്തൃകോപം സാവധാനമേ വരൂ, ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും നീ തിന്മ ചെയ്യരുത്. യുഗാന്ത്യത്തിലാണുള്ളത്. ഇന്ന് വിശുദ്ധ സുവിശേഷത്തിൽ വായിച്ചത് 3 വായനയുണ്ടല്ലോ പള്ളികളിൽ, ക്രിസ്ത്യാനികളായിട്ടുള്ളവർക്കറിയാം. നിയമാവർത്തന പുസ്തകത്തിൽ ഒരു വചനം വായിച്ചാണ്, ഈ ദുഷിച്ച തലമുറയിൽ, നിയമാവർത്തന പുസ്തകത്തിൽ നിന്ന് വായിച്ചത്, പഴയ നിയമത്തിൽ വായിച്ചതാണ്, ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങളെ കാത്തുകൊള്ളുവിൻ. അത് പൗലോസ്ലീഹ ലേഖനത്തിൽ വരുമ്പോൾ, ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് ഓടിയകലുവിൻ, ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങൾ വിട്ടുമാറുവിൻ, എൻ്റെ ജനമേ അവളിൽ നിന്ന് ഓടിയകലുവിൻ. കർത്താവിൻ്റെ വെളിപാട് 18:4, എൻ്റെ ജനമേ അവളിൽ നിന്ന് ഓടിയല്ലോ. അവളെന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ആരാണ്? നമ്മുടെ കത്തോലിക്ക സഭ. കത്തോലിക്ക സഭയിൽ നമ്മൾ ഓടി രക്ഷപ്പെടുന്ന സമയം വരാൻ പോകുന്നു. ഇന്നത്തെ കുർബാനയും സംവിധാനങ്ങളും പൂർണ്ണമായിട്ടും ഇല്ലാതെയാവും, വരാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ. ഇതെല്ലാം അടുത്തെത്തി. കാരണം എന്തുകൊണ്ടെന്നറിയോ? നമ്മുടെ സഭയിൽ, നമ്മളിൽ, എന്നിൽ, നിങ്ങളിൽ തിന്മ നിറഞ്ഞു പോയി. തിന്മയുടെ യുഗമാണ് ഇത്, തിന്മയുടെ യുഗമാണെന്നാണ് കൊരിന്ത്യസ് കടലത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരരെ, അതുകൊണ്ട് ടെക്സാസ് സിറ്റിയിലെ കാര്യങ്ങൾ, ഇസ്രായേലിലെ പ്രശ്നങ്ങൾ, ചൂരൽമലയിലെ പ്രശ്നങ്ങൾ, ഇനി പൊട്ടാനിരിക്കുന്ന മുല്ലപ്പെരിയാറിൻ്റെ പ്രശ്നങ്ങൾ, അതുപോലെ വരാനിരിക്കുന്ന ആണവയുദ്ധങ്ങൾ, ഇതെല്ലാം നമുക്ക് തോന്നുന്ന പോലെ ചെയ്യാനുള്ള സഭയാണെന്ന് വിചാരിച്ചിട്ടോ, മെത്രാനെന്ന് വിചാരിച്ചിട്ടോ, മാർപ്പാപ്പാണെന്ന് വിചാരിച്ചിട്ടോ, അല്ലെങ്കിൽ സഭയുടെ അധികാരം വിചാരിച്ചിട്ടോ ആർക്കും തോന്നുന്ന പോലെ ചെയ്യാനുള്ളതല്ല. ഇന്ന് സഭയിൽ നടക്കുന്ന അടിയുടെ ഏറ്റവും പ്രശ്നം എന്താ? വിശുദ്ധ കുർബാനയെ ചൊല്ലിയാണെങ്കിൽ
ആ വിശുദ്ധ കുർബാന ഇന്നേ വരെ ഇതിനു മുമ്പ് അർപ്പിച്ചുകൊണ്ട് പോകുന്നത് എങ്ങനെയോ അങ്ങനെ പിന്തുടർന്നാൽ മതിയായിരുന്നു. അഹങ്കാരത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും ഫലമായി കത്തോലിക്ക സഭ തകർന്ന് തരിപ്പണമായി പോകാൻ അധികം തകർന്ന് തരിപ്പണമായി. ഇനിയിപ്പോൾ കാണുന്ന ഒരു ബലൂണേ ഉള്ളൂ, ഒരു ബലൂൺ വീർപ്പിച്ച് വെച്ചേക്കുന്നുള്ള ഒരു സഭയുള്ളൂ. വിശ്വാസവും വിശുദ്ധിയും നഷ്ടപ്പെട്ടു, പരിശുദ്ധാത്മാവ് സഭയിൽ നിറങ്ങിപ്പോയി. പ്രധാന പുസ്തകം പറയുന്നുണ്ട്, എഫ്രായിമിൻ്റെ മഹത്വം പക്ഷിയെപ്പോലെ പറന്ന് അകലും എന്ന് അവിടെ എഴുതി വെച്ചെങ്കിൽ ഇന്ന് പറയണേ എഫ്രായിമിൻ്റെ മഹത്വം, കത്തോലിക്ക സഭയുടെ മഹത്വം, പരിശുദ്ധാത്മാവ് എന്നേക്കുമായ സഭയിൽ നിന്ന് പറന്നു പോയി. ചുരുക്കം ചില അച്ഛന്മാരിലോ, ചുരുക്കം ചില വചനപ്രവേശിലോ, ചുരുക്കം ചില വ്യക്തികളിലോ, ചുരുക്കം ചില സംവിധാനങ്ങളിലോ പരിശുദ്ധാത്മാവിൻ്റെ അളവ് വളരെ കുറഞ്ഞിപ്പോൾ ഉണ്ട്. ഹല്ലേലൂയ, ആമേൻ. പ്രിയ സഹോദരനെ, വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കോ. നമുക്കറിയാം ടെഹ്റാനിൽ സംഭവിച്ചത്. എത്രയും പെട്ടെന്ന് ടെഹ്റാനിൽ നിന്ന് വിട്ടുപോടുക എന്ന് പറഞ്ഞപ്പോൾ ജനങ്ങൾ റോട്ടിലേക്ക് ഇറങ്ങിയതൊക്കെ നമ്മൾ കണ്ടതാണ്. വാഹനത്തിൽ ഒരടി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അതുപോലെ ഗാസയിലെ പ്രശ്നങ്ങൾ, ഇസ്രായേൽ പ്രശ്നങ്ങൾ. ഇപ്പോൾ ഇസ്രായേലിലെ മാർക്കറ്റുകളിലേക്ക് ഇസ്രായേലിലെ ജനങ്ങൾ വേഗം ഇറങ്ങി ഭക്ഷ്യസാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ഇറങ്ങി. അവിടെ ബ്ലോക്കായി, റോഡ് മുന്നോട്ട് പോകാൻ പറ്റാണ്ടായി, അവിടുത്തെ മാർക്കറ്റുകൾ അപ്രത്യക്ഷമായി. അതുകൊണ്ടാണ് ജോയൽ പറഞ്ഞ ജോയൽ 1:15-16 പറയുന്നുണ്ട്, 1-ാം അധ്യായത്തിൽ, ഭക്ഷണം നിങ്ങളുടെ കൺമുമ്പിൽ നിന്ന് അപ്രത്യക്ഷമാവും. നമ്മുടെ കൺമിൽ നിന്ന് പാനീയബലിയും ധാന്യബലിയും അപ്രത്യക്ഷമായിരിക്കുന്നു. നമ്മുടെ കൺമിൽ പാനീയബലിയും ധാന്യബലിയും ഏതാണ്? ഇന്നത്തെ വിശുദ്ധ കുർബാന. ഇതെല്ലാം ഇതൊക്കെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഉടൻ സംഭവിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ടെക്സാസ് സിറ്റിയിൽ 15 വർഷം മുമ്പ് കണ്ട സംഭവം, അതിന് ശിക്ഷ വന്നത് എന്താണ്? അതേ ടൗണിൽ, അതേ നഗരത്തിൽ, ടെക്സാസ് നഗരത്തിൽ ഇന്ന് കൊടിയ വെള്ളപ്പൊക്കമാണ്, ഭയാനകമായ വെള്ളപ്പൊക്കം. വേനൽക്കാലമാണ് പോലും അവിടെ. എന്നിട്ട് 4 മണിക്കൂറിൽ പെയ്യേണ്ട മഴ 1 മണിക്കൂർ പെയ്തു. ഐസ് കട്ടകൾ ഇങ്ങനെ മുകളിലേക്ക് വീഴുന്നത് നമ്മൾ വാർത്തയിൽ കണ്ടതാണ്. ശിക്ഷിക്കുക തന്നെ ചെയ്യുന്നത്. കർത്താവ് വെറുതെയല്ല ഓരോ മനുഷ്യനും ജന്മം കൊടുത്ത് ഭൂമിയിലേക്ക് വിടുന്നത്. കർത്താവ് ആകാശത്തുനിന്ന് ആവശ്യമുള്ള ചൂടും ആവശ്യമുള്ള വെളിച്ചവും ആവശ്യമുള്ള മഞ്ഞും ആവശ്യമുള്ള മണ്ണിൻ്റെ ഘടനയും ഉൽപ്പാദിപ്പിച്ച്, ആവശ്യമുള്ള ധാന്യങ്ങളെ ഉൽപ്പാദിപ്പിച്ച്, ആവശ്യമുള്ള ഇറച്ചിയും മുട്ടയും മീനും ഉൽപ്പാദിപ്പിച്ച്, പഴവർഗ്ഗങ്ങൾ ഉൽപ്പാദിപ്പിച്ച് ഈ ലോകത്ത് മനുഷ്യന് ജീവിക്കാൻ സമൃദ്ധി കൊടുത്ത് അവന് വേണ്ടുന്ന എല്ലാ നന്മയും കർത്താവ് കൊടുത്തെങ്കിൽ ആ കൊടുത്ത കർത്താവിന് ഒരു മനുഷ്യൻ്റെ മേൽ അധികാരമുണ്ട്. ഓരോ മനുഷ്യനെ ശിക്ഷിക്കാനും രക്ഷിക്കാനുള്ള കഴിവും സർവശക്തനായ ദൈവത്തിനുണ്ട്. അപ്പോൾ തിന്മ ചെയ്യുന്നിടത്ത് കർത്താവിൻ്റെ കരം നീട്ടും. കർത്താവിൻ്റെ ഉഗ്രകോപം വരുന്നതേ ഉള്ളൂ. ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും പാപം ചെയ്യരുത്, കർത്തൃകോപം സാവധാനമേ വരൂ. ആ വചനം ഓർത്തു വെക്കണം പ്രിയ സഹോദരങ്ങളെ. നമ്മുടെ ഭിത്തിയിൽ എഴുതി ഒട്ടിച്ചു വെക്കണം. എന്നിട്ട് മിനിറ്റ് വെച്ച് വായിച്ച് പഠിക്കണം. ഇത് 1000 വട്ടം നിന്റെ ഹൃദയത്തിൽ ഇത് ഉരുട്ട് പറഞ്ഞോണം. യാത്ര ചെയ്യുമ്പോഴും, നടക്കുമ്പോഴും, എടുക്കുമ്പോഴും, കിടക്കുമ്പോഴും, ഓടുമ്പോഴും, പ്രവർത്തിക്കുമ്പോഴും, പ്രാർത്ഥിക്കുമ്പോഴും, വെളിപ്പോഴും എല്ലാം അച്ഛന്മാരും പത്രമാരും എല്ലാവരും ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവ് ആസന്നമാണ്. ആണവ യുദ്ധത്തോടു കൂടിയാണ് 2ാമത്തെ വരവിൻ്റെ ആരംഭം. 3ാം ലോകമഹായുദ്ധമെന്ന് വാർത്ത നമ്മൾ കേട്ട് തഴമ്പിച്ചു. ഇനി എന്നാണ് 3ാം ലോകമഹായുദ്ധം ആരംഭിക്കുകയെന്ന് ആർക്കും അറിയത്തില്ല. എന്നാൽ 2027 3ാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടും. ആ കാലഘട്ടത്തിൽ മോക്ഡ്രിൽ ഉണ്ടായിരിക്കില്ല, ഒരുക്കമുണ്ടായിരിക്കില്ല. വന്ന് തുടങ്ങിക്കഴിയുമ്പോൾ നാം എവിടെയാണോ അവിടെ ഒറ്റപ്പെട്ടു പോകും. എവിടെയാണ് ഇപ്പോൾ വിദേശത്തൊക്കെ ധാരാളം ആളുകൾ, ക്രിസ്ത്യാനികളൊക്കെ വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്നവർക്കൊന്നും തിരിച്ചു വരാൻ പറ്റാത്ത വിധം എന്നേക്കുമായിട്ട് പെട്ടുപോയത് തന്നെ പ്രിയപ്പെട്ടത്. കാരണം നമ്മൾ സമ്പത്തിൻ്റെ പുറകെ ഓടുകയാണ്. ഹല്ലേലൂയ. കർത്താവായ ഈശോയുടെ തിരുവചനം നമ്മെ ശക്തീകരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ ജീവനുള്ള വചനങ്ങൾ, സർവശക്തനായ യേശു ക്രിസ്തു ഭൂമിയിൽ ദൈവമായി മനുഷ്യനായി മനുഷ്യരൂപത്തിൽ ദൈവമായിട്ട് വന്ന് മനുഷ്യൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ ജീവനുള്ള വചനങ്ങൾ, ജീവിക്കുന്ന വചനങ്ങൾ, നിത്യജീവൻ്റെ വചനങ്ങൾ സുവിശേഷത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമായി ഒരു മനുഷ്യൻ മുഖത്ത് നോക്കി ഒരു മനുഷ്യനായിട്ട് തന്നെ ഇത് പറഞ്ഞാണ്, അല്ലാതെ ആ ഒരു പ്രവാചകനിൽ കൂടെ പറഞ്ഞാൽ. നേരിട്ട് കർത്താവ് ഭൂമിയിൽ വന്ന തെളിവുകൾ ലോകത്തുണ്ട്. അതെല്ലാം ക്രിസ്തു നേരിട്ട് പറഞ്ഞ വചനങ്ങളാണ്. സുവിശേഷമെങ്കിൽ അത് വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട കടമയും ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മെ പഠിപ്പിക്കാത്ത സഭ പഠിപ്പിക്കുന്നില്ലെങ്കിൽ വായിച്ച് നമ്മൾ പഠിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ പഠിക്കുക തന്നെയും. ഇല്ല, പഠിപ്പിക്കും ദൈവം. ഹല്ലേലൂയ. പറയാം, സഭയ്ക്കത്തെ എല്ലാ വചനവും നമുക്ക് തരത്തില്ല, പഠിപ്പിക്കില്ല. അവർക്കൊട്ട് അറിയത്തില്ല, വെളിപാടൊന്നും വായിക്കാനറിയില്ല, പോട്ടെ. അതുകൊണ്ട് എല്ലാം പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല, അതുമില്ല. നീ പഠിച്ചേ പറ്റൂ, നീ വായിച്ചേ പറ്റൂ, നീ അറിഞ്ഞേ പറ്റൂ. ഇല്ലെങ്കിൽ നിന്നെ അവിടെ ഇരുത്തി പഠിപ്പിക്കും ദൈവം. ഹല്ലേലൂയ, യേശു സ്തോത്രം. ഒരു സഹോദരനെ ഇരുന്ന് വായിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യും?
ദൈവം ഇനി എന്തൊക്കെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്, ഇനി ഒരു രക്ഷയ്ക്ക് വേണ്ടി, ഒരു രക്ഷപ്പെടലിന് വേണ്ടി ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വചനമെടുത്തിങ്ങനെ മറിച്ചു നോക്കി പഠിക്കുന്ന കാലം വരാൻ പോവുകയാണ്. കാരണം ഭക്ഷണം നിൻ്റെ കൺമുമ്പിൽ അപ്രത്യക്ഷമാകും, പെട്രോൾ ഡീസലിൻ്റെ കൺമുമ്പിൽ അപ്രത്യക്ഷമാകും, ഹോർമോൺസ് കർസിലെ കടലെടുക്കൂടെ യാത്ര അസാധ്യമാകുന്ന കാലം അടുത്തെത്തി. അപ്പോൾ പെട്രോൾ ഡീസലൊക്കെ ഇങ്ങോട്ട് എത്താതെ വരുമ്പോൾ ഭക്ഷ്യധാന്യങ്ങൾ കിട്ടാതെ വരും, യാത്രകളൊക്കെ ഇന്ന് ഇല്ലാണ്ടാകും. അപ്പോൾ നമ്മൾ പഠിക്കും, ചിന്തിക്കും, ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ പഠിക്കും, അപ്പോൾ എടുത്തു വെച്ച് നോക്കും, ഇതൊക്കെ തന്നെ മറ്റു പീഡനങ്ങൾ വരാനിരിക്കുന്നു, അതതിൻ്റെ ഭയാനകമായിട്ട് വേറെ തലത്തിൽ കൂടെ വരും. അതറിയാം. അതുകൊണ്ട് വിലാപം 1:9 അവളുടെ അശുദ്ധി അവളുടെ വസ്ത്രത്തിലുണ്ടായിരുന്നു. പിന്നെ ഏതാണ്? ബാറൂഖ് ഇബ്രാഹിമിൻ്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം തിരുവചനം. പുരോഹിതന്മാർ ചിലപ്പോഴൊക്കെ ഈ ദേവന്മാരിൽ നിന്ന് സ്വർണവും വെള്ളിയും രഹസ്യമായി എടുത്ത് സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. അതിൽ നിന്നുള്ള വേശ്യകൾക്ക് പോലും വരെ കൊടുക്കുന്നു. സ്വർണവും വെള്ളിയും മനുഷ്യനെ പോലെ തന്നെ വസ്ത്രങ്ങൾ ഇരിക്കുന്നു. അപ്പോൾ അത് നമ്മുടെ ഇന്നത്തെ സഭയിലെ ദേവന്മാരായ എല്ലാ പരിശുദ്ധ അമ്മയും വിശുദ്ധ പിതാവിനെയും സംസ്ഥാനോസിനെയും ഗീർസുണ്യാളച്ചനെയും ഒക്കെ പൂക്കളും പഴങ്ങളും ഇട്ട് വലിയ കൂടുകളുണ്ടാക്കി അതിനകത്ത് സ്വർണ്ണവും വെള്ളിയൊക്കെ പൂശി അലങ്കരിച്ചു വെച്ചിരിക്കുന്നു. അങ്ങനെ കർത്താവ് പറഞ്ഞത് ക്രിസ്തുവിനെ മാത്രമേ പൂജിക്കാവൂ. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ അവസാനം കർത്താവ് പറയുന്നൊരു വചനമുണ്ട്, അവനെ മാത്രമേ പൂജിക്കാവൂ. കർത്താവിൻ്റെ നാവിൽ നിന്ന് വരുന്ന വചനങ്ങൾ കൊണ്ടാണ് ജീവിക്കുന്നത്, അവനെ മാത്രമേ പൂജിക്കാവൂ. ഹല്ലേലൂയ. അപ്പോൾ സ്വർണ്ണവും വെള്ളിയും പൂശി വെക്കുന്ന മറ്റ് വിഗ്രഹങ്ങളെ ഗംഭീരമാണെന്ന് കർത്താവ് പറയുമ്പോൾ അവളുടെ അശുദ്ധി അവളുടെ വസ്ത്രത്തിലുണ്ടായിരുന്നു. ഓർത്തോണം. വസ്ത്രം മറ്റൊരർത്ഥം കൊണ്ടൊരു വസ്ത്രത്തിന് പ്രിയപ്പെട്ടവരെ, അതായത് ഞാനാകുന്ന വ്യക്തി, ഞാൻ ആണോ പെണ്ണോ ആയിക്കോട്ടെ, ഞാൻ ആണ് അല്ലെങ്കിൽ ഒരു പെണ്ണ്, അവളുടെ വസ്ത്രം എന്ന് ആത്മാവിനെ പൊതിഞ്ഞ് നിൽക്കുന്ന അവൻ്റെ ശരീരമാണ് മറ്റൊരു വസ്ത്രം. ആത്മാവിൻ്റെ മേലെയുള്ള ഈ മനുഷ്യ ശരീരമാണ് ആത്മാവിൻ്റെ വസ്ത്രം. അപ്പോൾ അവൻ്റെ അശുദ്ധി അല്ലെ അവളുടെ അശുദ്ധി അവളുടെ വസ്ത്രത്തിലുണ്ടായിരുന്നു പറഞ്ഞാൽ എൻ്റെ അശുദ്ധി എൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു, എൻ്റെ ത്വക്കിലുണ്ടായിരുന്നു, എൻ്റെ കണ്ണിലുണ്ടായിരുന്നു, എൻ്റെ കാതിലുണ്ടായിരുന്നു എന്നർത്ഥം. ഇതിനൊക്കെ തിരിച്ചടി ഭയാനകം. ഹല്ലേലൂയ. അതുകൊണ്ട് ഓരോ മുന്നറിയിപ്പും തന്ന് ഞാൻ നിങ്ങളുടെ ഈ ലോകത്തോടല്ല സഭയോടല്ല സംസാരിക്കുക. ലോകത്തുള്ളവരെ നമ്മൾ പഠിപ്പിക്കേണ്ട ആവശ്യം നമുക്കില്ല. ലോകത്തുള്ളവർക്ക് അതിൻ്റേതായ മാർഗ്ഗങ്ങളും കാര്യമുണ്ട്, അത് അവർ വിശ്വസിക്കുകയോ കടന്നു വരികയോ വരാതിരിക്കട്ടെ. നമ്മുടെ സഭ, നമ്മുടെ കത്തോലിക്ക സഭ, ആഗോള തിരുസഭയെ മൊത്തമായിട്ടാണ് ഞാൻ പറയുന്നത്. പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇങ്ങനെ കർത്താവ് പറയാൻ എന്നോട് ആവശ്യപ്പെടുകയാണ്, പറഞ്ഞേ പറ്റൂ. അതുകൊണ്ട് പറയാണ് പ്രിയ സഹോദരനെ. അതുകൊണ്ട് തിരിച്ചടിയില്ല. ഇതൊക്കെ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാനങ്ങ് ജീവിക്കുമെന്ന് ചിന്തിച്ചാൽ, ഇഷ്ടമില്ലാത്തതുപോലെ അതിനെ പിടിച്ചിരുത്തി കർത്താവിനെ പാഠം പഠിപ്പിക്കുന്ന സമയം അടുത്തെത്തി. ഇപ്പോൾ നമുക്ക് ടെക്സാസിലേക്ക് നോക്കാം, ചൂരമലയിലേക്ക് നോക്കാം, ഇനി മുല്ലപ്പെരിയാറിലേക്ക് നോക്കാം, ഹല്ലേലൂയ. കേരള സഭയിലെ അടിപിടിയിലേക്ക് നോക്കാം, അച്ഛന്മാർ ആത്മഹത്യ ചെയ്യുന്നിടത്തേക്ക് നോക്കാം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയ സഹോദരനെ, ജീവനുള്ള ദൈവത്തിൻ്റെ ജീവിക്കുന്ന വചനത്തെ ആധാരമാക്കി അത് നിൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ച് അതിൽ ആശ്രയിച്ച് അതിൽ വിശ്വസിച്ച് ജ്ഞാനപ്പെട്ട് വിശുദ്ധി പ്രാപിച്ച്, അതുകൊണ്ടാണ് മത്തായി സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കുന്നതിന് വേണ്ടി നീ സദാസമയം ജാഗ്രതയോടെ പ്രാർത്ഥനയിലായിരിക്കണം കർത്താവ്. നിങ്ങൾ ശിരസ് ഉയർത്തി നിൽക്കുവിൻ. ഇങ്ങനെ കുനിഞ്ഞിരുന്ന് മൊബൈൽ നോക്കാനും TV നോക്കാനല്ല, ശിരസ് ഉയർത്താൻ ദൈവമേ എന്ന് വിളിക്കാനർത്ഥം. പ്രിയപ്പെട്ടവരെ, സ്വർഗീയ അപ്പാ, യേശുവേ, രക്ഷയായിരിക്കണമേ, കരുണയായിരിക്കണമേ എന്ന് കരങ്ങൾ മേലേക്ക് നോക്കി ശിരസ് മേലേക്ക് ഉയർത്തി ദൈവമേ എന്ന് വിളിക്കാൻ വിശുദ്ധീകരണ പ്രക്രിയയ്ക്കാണ് അതിൻ്റെ അർത്ഥം. നീ ദൈവത്തിലേക്ക് വന്ന് ദൈവത്തിൽ നോക്കി വിശുദ്ധീകരണ പ്രക്രിയ ആരംഭിക്കുക. ഇതാ വരാൻ പോകുന്നു ബാക്കി പ്രശ്നം. പ്രിയ സഹോദരനെ, കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഓരോരുത്തരും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുമാറാട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവെന്ന അഗ്നി എന്നെ ജ്ഞാനമുള്ളവനാക്കി മാറട്ടെ. കർത്താവായ യേശു ക്രിസ്തുവെക്കുറിച്ചുള്ള ജ്ഞാനവും ബോധ്യവും പരിശുദ്ധ മനഃശക്തിയും എന്നെ നിറഞ്ഞു നിന്നാൽ ഒരു അശുദ്ധിക്കും ഒരു തിന്മയ്ക്കും എന്നെ തൊടാൻ സാധ്യമല്ല. ആ ജ്ഞാനത്തിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊരു ജ്ഞാനത്തെ നൽകുവാൻ ഈ ലോകത്തിലെ ആര് ശ്രമിച്ചാലും നടക്കില്ല. കാരണം എൻ്റെ ഹൃദയത്തിലുള്ളത് പരിശുദ്ധാത്മാവാണ്. യേശു ക്രിസ്തു തിരുവചനമാണെങ്കിൽ ക്രിസ്തു തന്നെ സഹായിക്കുകയും രക്ഷിക്കുകയും ചെയ്യുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ആമേൻ. അതിനാൽ പ്രിയ സഹോദരനെ, കർത്താവ് യേശു ക്രിസ്തുവിൽ അടിയുറക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.